24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ പോലീസിന് ഗുരുതര വീഴ്ച. CI ആൻഡ്രൂ ഗ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തി. തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K. സേതുരാമൻ ഉത്തരവിട്ടു. വീഴ്ച സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് രജനി മണിലാൽ പ്രതികരിച്ചു. തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇപ്പം എനിക്കിവിടെ കിടന്നുറങ്ങാൻ പേടി. എൻ്റെ മോനെ ഉപദ്രവിച്ച് കൊണ്ടുപോയ പോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? ഞാനൊരു നാട്ടുമൃഗസ്ഥലത്തി 2 വാതിൽ 3 വാതിലടച്ച് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങണം ഞാനാണ്. എനിക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കണം. എനിക്കിപ്പോഴും കിടന്നുറങ്ങാനൊരു പേടി തോന്നുന്നു. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ CI ആൻഡ്രൂ ഗ്രോമിക് അറസ്റ്റ് ചെയ്തത് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ട്. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല. റൂബിനെ ലോക്കപ്പിനുള്ളിൽ വിവസ്ത്രനാക്കി നിർത്തിയത് പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CI ആൻഡ്രൂ ഗ്രോമിക്കിനെതിരെ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K. സേതുരാമൻ ഉത്തരവിട്ടു. 15 ദിവസത്തിനകം ആൻഡ്രൂ ഗ്രോമിക്കിന് ചാർജ് മെമ്മോ നൽകും. നടപടിയുടെ ഭാഗമായുള്ള വകുപ്പുതല അന്വേഷണത്തിന് തൃശൂർ റൂറൽ അസിസ്റ്റന്റ് SP-യെ ചുമതലപ്പെടുത്തി. വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അമ്മ രജനി മണിലാൽ ആവശ്യപ്പെട്ടു. നിരപരാധിയായ എൻ്റെ മോനെ ഇങ്ങനെ ശിക്ഷിച്ചതിന് അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കണം. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരുമെന്നൊരു വിശ്വാസം. ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ CI ആൻഡ്രൂ ഗ്രോമിക് നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മൊബൈൽ ഫോൺ ആൻഡ്രൂ ഗ്രോമിക് നശിപ്പിച്ചതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 24 തൃശൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.